ഫെബ്രുവരി 7 മുതൽ 2020 വെടിക്കെട്ട് പൂരത്തിന്റെ കാലമാണ്. ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും നിറഞ്ഞ ഗാലറികൾക്ക് നടുവിൽ തീപാറും പോരാട്ടങ്ങൾക്കാണ് തുടക്കമാകാൻ പോകുന്നത്. ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും കുട്ടിക്രിക്കറ്റിന് അനുയോജ്യമായ ചെറിയ ഗ്രൗണ്ടുകളിൽ ഫിയർലെസ് ആറ്റിറ്റ്യൂഡുമായി വെടിക്കെട്ട് ബാറ്റർമാർ കൊലവിളി നടത്തുമ്പോൾ റൺമഴ പിറക്കുമെന്ന് ഉറപ്പാണ്. ഇത്തവണത്തെ 2020 ലോകകപ്പിൽ ഏറ്റവും ഗ്ലാമറസ് ആയ പോരാട്ടങ്ങളിലൊന്ന് ഫെബ്രുവരി 15-നാണ് നടക്കുക. ICC ടൂർണമെന്റുകളിൽ ഓരോ തവണയും ഇന്ത്യ പാക് പോരാട്ടം ടെലിവിഷൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡുകൾ തിരുത്തി കുറിക്കാറുണ്ട്. ഇത്തവണയും ലോകകപ്പിലെ ത്രില്ലർ പോരാട്ടങ്ങളൊന്നായി ഇന്ത്യ പാക് മാച്ച് മാറുമെന്ന് ഉറപ്പാണ്. ഈ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും നേർക്കുനേർ വന്ന 2020-ലെ മുൻകാല ചരിത്രവും കണക്കുകളും പരിശോധിക്കാം. ദി ഫൈനൽസിലേക്ക് സ്വാഗതം. ഭൂമിശാസ്ത്രപരമായി ജമ്മു കാശ്മീർ മുതൽ ഇങ്ങ് ഗുജറാത്ത് വരെ 3323 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നവരാണ് അയൽക്കാരായ ഇന്ത്യയും പാകിസ്ഥാനും. ലോകത്ത് വച്ച് ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളിലൂടെ പഴുതടച്ച് അതിർത്തി കാക്കുന്നവരാണ് ഇരു രാജ്യങ്ങളും. അതിർത്തികളിൽ നുഴഞ്ഞുകയറ്റക്കാരോ ഭീകരരോ ഇന്ത്യക്ക് നേരെ നടത്തുന്ന ഓരോ ആക്രമണങ്ങളും ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കാറുള്ളത്. ആ കൂട്ടത്തിൽ പാക് ഭീകരർ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടത്തിയ കൂട്ടക്കുരുതിയും അടിക്ക് തിരിച്ചടി എന്നോണം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും ആർക്കാണ് മറക്കാനാവുക. തുടർന്ന് ഇങ്ങോട്ടേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകുകയും കായിക മേഖലയെ പോലും അത് സാരമായ രീതിയിൽ ബാധിക്കുകയും ചെയ്തു. ലോക ക്രിക്കറ്റിൽ തന്നെ സമാനതകളില്ലാത്ത സംഭവ വികാസങ്ങളാണ് തുടർന്ന് ഏഷ്യ കപ്പിൽ അരങ്ങേറിയത്. പാകിസ്ഥാനിൽ നടക്കേണ്ടിയിരുന്ന മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യ നിഷ്കരണം പിന്മാറുകയും പകരം ദുബായിലെ നിഷ്പക്ഷ വേദിയിൽ മത്സരിക്കാൻ ഇന്ത്യ തയ്യാറാവുകയും ചെയ്തു. ഒരേ സമയം 3 റോളുകൾ വഹിക്കുന്ന പാകിസ്ഥാനുകാരനായ ആഭ്യന്തരമന്ത്രി മോസിൻ നഖ്വിയും ഇന്ത്യയുടെ പ്രതിഷേധ ചൂടറിഞ്ഞത് അക്കാലത്താണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായ നഖ്വിയെ ബഹിഷ്കരിക്കാനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തീരുമാനിച്ചത്. ഏഷ്യ കപ്പിന്റെ സംഘാടകനായ നഖ്വിയിൽ നിന്ന് കിരീടം സ്വീകരിക്കില്ലെന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാറിന്റെ പ്രഖ്യാപനം പാക് ക്രിക്കറ്റിനെ മാത്രമല്ല ആ രാജ്യത്തെ ആകെ പ്രകോപിപ്പിച്ചു. ടൂർണമെന്റിൽ 3 തവണ പരസ്പരം ഏറ്റുമുട്ടിയപ്പോഴും ടോസിങ്ങിനിടെ എതിർ ടീം ക്യാപ്റ്റന്റെ മുഖത്തേക്കൊന്ന് നോക്കാതെയും ഹസ്തദാനം നിഷേധിച്ചും സൂര്യകുമാർ പ്രതിഷേധിച്ചു. കളിക്കളത്തിന് അകത്തും പുറത്തും മറ്റ് ഇന്ത്യൻ താരങ്ങളും നായകന്റെ പ്രവൃത്തികൾ മാതൃകയാക്കി മുന്നോട്ട് പോയി. അതോടെ ഇന്ത്യൻ ടീമിന്റെ ഹസ്തദാന നിഷേധം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഇന്ത്യയുടെ നടപടിയെ സ്പോർട്സ്മാൻഷിപ്പ് ഇല്ലായ്മയെന്ന് വിശേഷിപ്പിച്ച് താറടിച്ച് കാണിക്കാനാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും അവിടുത്തെ സർക്കാരും മുൻ താരങ്ങളും ശ്രമിച്ചത്. തിലക് വർമ്മയും സഞ്ജു സാംസണും ഒക്കെ തിളങ്ങിയ കലാശപ്പോരിൽ പാകിസ്ഥാനെ തകർത്ത് നീലപ്പട വിജയ തിലകമണിഞ്ഞു. ആ തിളക്കമാർന്ന വിജയം ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് സമർപ്പിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്കും ദുരന്തത്തെ അതിജീവിച്ചവർക്കും ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികർക്കുമായിട്ടായിരുന്നു. ഏഷ്യ കപ്പ് ജേതാക്കളായി മാസങ്ങളേറെ കഴിഞ്ഞിട്ടും ഇന്ത്യക്ക് അർഹതപ്പെട്ട കിരീടം നഖ്വി തടഞ്ഞുവെച്ചത് ക്രിക്കറ്റ് ബോർഡുകൾ തമ്മിലുള്ള വാശിയേറിയ അധികാര തർക്കങ്ങൾക്കും വഴിവെച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് 2026 ഫെബ്രുവരി 15-ന് ലോകകപ്പ് വേദിയിൽ ഇരു രാജ്യങ്ങളും വീണ്ടും കൊമ്പ് കോർക്കാനെത്തുന്നത്. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വെച്ച് അന്ന് നടക്കാൻ പോകുന്നത് വെറുമൊരു ക്രിക്കറ്റ് മാച്ച് ആയിരിക്കില്ല. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ കുടിപ്പകയുടെ പെരും പോരായി അത് മാറുമെന്നുറപ്പ്. 2020 ഫോർമാറ്റ് സജീവമാകുന്നതിനു മുമ്പത്തെ ഇന്ത്യ പാക് മത്സരങ്ങൾ അതിന്റെ പോരാട്ട വീര്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരു രാജ്യങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യയുടെ വിജയ ശതമാനം 15.25-ഉം പാകിസ്ഥാന്റേത് 20.34-ഉമാണ്. ഏകദിന ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ വിജയ ശതമാനം 42.65-ഉം പാകിസ്ഥാന്റേത് 53.68-ഉമാണ്. അതേസമയം ലോകകപ്പ് പോരാട്ടങ്ങളിലേക്ക് വരുമ്പോൾ ടീം ഇന്ത്യയുടെ മേധാവിത്വം പ്രകടമാണ്. ഏകദിന ലോകകപ്പുകളിൽ ഇരു ടീമുകളും 8 തവണ ഏറ്റുമുട്ടിയപ്പോഴും വിജയം നീലപ്പടയ്ക്കൊപ്പമായിരുന്നു. അതേസമയം 2020 ലോകകപ്പിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നത് 8 തവണയാണ്. അതിൽ 7 മത്സരങ്ങൾ ഇന്ത്യയും ഒരെണ്ണം പാകിസ്ഥാനും ജയിച്ചു കയറി. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നത് ആകെ 16 മത്സരങ്ങളിലാണ്. വിജയനിരക്കിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ 7 അയലത്ത് പോലും എത്താൻ എതിരാളികളായ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാനെ നിലംപരിശാക്കി 81.25% മത്സരങ്ങളിൽ വിജയം നേടിയത് ഇന്ത്യയാണ്. T20-യിൽ ഇന്ത്യ ഉയർത്തിയ വെല്ലുവിളികളെ പാകിസ്ഥാന് മറികടക്കാനായത് വെറും 3 തവണ മാത്രമാണ്.
അതായത് ഇന്ത്യക്കെതിരെ 2020 പാകിസ്ഥാന്റെ വിജയനിരക്ക് 18.75% മാത്രമാണ്. 2020 ഒരിക്കൽ മാത്രമാണ് ഇരു ടീമുകളും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചത്. എന്നാൽ ബൗൾ ഔട്ടിലൂടെ മത്സരവിധി നിശ്ചയിക്കപ്പെട്ട ആ മാച്ചിൽ ഭാഗ്യദേവതയുടെ കടാക്ഷം ഇന്ത്യയെ തുണച്ചു. 2020 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കൊമ്പുകോർത്ത അവസാനത്തെ 5 മത്സരങ്ങളിൽ ഇന്ത്യയുടെ അപരാജിത കുതിപ്പ് തുടരുകയാണ്. നിർണായക മത്സരങ്ങളിൽ കവാത്ത് മറക്കുന്നതാണ് പാകിസ്ഥാന്റെ പ്രധാന പോരായ്മ. 80കളിലും 90കളിലും ക്രിക്കറ്റ് ലോകത്തെ വമ്പന്മാരെ പോലും വിറപ്പിച്ചിരുന്ന പണ്ടത്തെ പാക് ക്രിക്കറ്റ് ടീമിന്റെ ഉശിരും പോരാട്ട വീര്യം പുതുതലമുറയ്ക്ക് കൈമോശമെന്ന സാഹചര്യമാണുള്ളത്. ഇമ്രാൻഖാനും ജാവേദ് മിയാൻദാദും വഖാർ യൂനുസും വസീം അക്രമും സഖ്ലൈൻ മുഷ്താഖും സയ്യിദ് അൻവറുമൊക്കെ ഉൾപ്പെട്ട പഴയ പാക് ടീമുകൾ ഉയർത്തിയ വെല്ലുവിളി അതുപോലൊന്ന് ഉയർത്താൻ ഇനി ആരാണുള്ളത്? അതോ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ പ്രതാപകാലം പതിയെ മങ്ങിമാഞ്ഞ് നാമാവശേഷമാകുമോ? കാലമാണ് ഇനി മറുപടി പറയേണ്ടത്. ഉഭയകക്ഷി ബന്ധം ആടിയുളിഞ്ഞതിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള ദ്വിരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യൻ ടീം പിന്മാറിയത് പാകിസ്ഥാൻ ക്രിക്കറ്റിന് തന്നെ തിരിച്ചടിയായി മാറിയിരുന്നു. ഇന്ത്യ പിന്മാറിയത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പരസ്യ വരുമാനത്തെയും ടീമിന്റെ സ്പോൺസർഷിപ്പിനെയുമാണ് പ്രതികൂലമായി ബാധിച്ചത്. പരസ്യ വരുമാനം കുറഞ്ഞത് കാലക്രമേണ പാകിസ്ഥാന്റെ ക്രിക്കറ്റിന്റെ വളർച്ചയെ പിന്നോട്ടടിച്ചു. ബൗളിംഗിൽ എക്കാലത്തും പ്രബലരായ പേസ് സ്പിൻ പ്രതിഭകളെ കൊണ്ട് അനുഗ്രഹീതമാണ് പാക് ക്രിക്കറ്റ് ടീം. എന്നാൽ അവരുടെ പ്രധാന ന്യൂനത സ്ഥിരതയുള്ളൊരു ബാറ്റിംഗ് യൂണിറ്റിനെ കണ്ടെത്താനാകാത്തതാണ്. സൽമാൻ അലി ആഘയും ഫഖർ സൽമാനും സാഹിബ് സാദ ഫർഹാനും സയീം അയൂബും ഒക്കെ അണിനിരക്കുന്ന പാകിസ്ഥാൻ ബാറ്റിംഗ് യൂണിറ്റിന് ഏറ്റുമുട്ടേണ്ടത് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും അക്കൗണ്ട് തുറക്കുന്ന സാക്ഷാൽ ഇന്ത്യയോടാണ്. ഗൗതം ഗംഭീറിന്റെ കൂർമ്മബുദ്ധിയിൽ ഉടലെടുത്ത് PCCI വിജയകരമായി നടപ്പാക്കുന്ന യങ് ഇന്ത്യയുടെ ഫിയർലെസ് ക്രിക്കറ്റിനോട് മുട്ടാൻ വരുമ്പോൾ പാക് പരിശീലകനും ക്യാപ്റ്റനും ഒരുക്കുന്ന മറുതന്ത്രം എന്താകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ക്രിക്കറ്റ് പ്രേമിയും. അടുത്ത വാരം പുതിയ എപ്പിസോഡുമായി ദി ഫൈനൽ വിസിൽ കാണാം. അതുവരേക്കും നമസ്കാരം.